കെ സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും വിവിധ പദവികൾ നൽകുമെന്ന നേതൃത്വത്തിന്റെ ഉറപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമെന്നും യു.ഡി.എഫ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മന്ത്രിസഭയുടെ ഭാഗമാക്കുമെന്നും ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയതായി കെ സുധാകരൻ മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് പദവി ഒഴിയേണ്ടി വന്ന സാഹചര്യത്തെപ്പറ്റി സുധാകരന്റെ വെളിപ്പെടുത്തൽ. കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് കെ.സി. വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു. ബെൽഗാവി സമ്മേളനത്തിന് ശേഷം 6 പി.സി.സി അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരുന്നു. അതിന്റെ ഭാഗമായി നേതൃത്വം കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് മറ്റ് പല സംസ്ഥാനങ്ങളും നൽകാമെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിന്റെ ഭാഗമാക്കാമെന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു. നിങ്ങളെ ഒഴിവാക്കുന്നതല്ല, പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ താനും തയ്യാറാണെന്ന് പറഞ്ഞുവെന്നാണ് കെ സുധാകരൻ പറയുന്നത്. പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനൊപ്പം താൻ പറയുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന ഉറപ്പും ലഭിച്ചുവെന്നും സുധാകരൻ വ്യക്തമാക്കി. കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം. പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. കെ.സി. വേണുഗോപാലും താനും തമ്മിൽ സാഹോദര്യതുല്യമായ ബന്ധവുമാണ്. 1993 കണ്ണൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് താൻ മത്സരിച്ചപ്പോൾ വേണു KSU സംസ്ഥാന പ്രസിഡന്റാണ്. കരുണാകരനൊപ്പം നിന്നിട്ടും അദ്ദേഹം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എതിർത്തിട്ടും അന്നും താൻ ജയിച്ചുവെന്നും കെ സുധാകരൻ പറഞ്ഞു. മാത്രമല്ല, എക്കാലത്തും വേണുഗോപാൽ തന്നെ സഹായിച്ചിട്ടുള്ളൂ എന്നും സുധാകരൻ വെളിപ്പെടുത്തി.